പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവെ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ,
ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡീവിയേറ്റ്, പരിശുദ്ധാത്മാവ് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഡൊമിനിക്കിന് നല്ല കാലത്ത് ഉടമ്പടിയെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു എന്തിനാ ഉടമ്പടി എടുക്കണമെന്ന്. അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ദുരന്തം ഉണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അതാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല. അമ്മയെ പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പോൾ അവർക്ക് പക്ഷേ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത് ഇവിടെ. പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞിട്ട് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ, എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തം അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. വെച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള ഇതില്ലേ, നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിലില്ലേ, അവിടെ ഒരിഷ്ടം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്ററിന് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു ആളിന് ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും, പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാങ്ക് എന്ന് പറയും.
അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ്. മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ അല്ല. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ, എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IAS റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പി അടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ സായിപ്പന്മാരുടെ കൂടത്തിൽ ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങളിങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയും നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചല്ലേ, യൂറോപ്യൻസ് അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ, അത് ഞാൻ എല്ലാ രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമി വിലക്കുവാനും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമികയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു അതെന്താ, സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് അവൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക് കിട്ടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ കൃപാസന അൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും യേശുപ്പൻ്റെയും മുന്നിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജന, ഞാൻ ചാത്തന്നൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. ഇതെനിക്ക് അമ്മ മാതാവ് വഴി ലഭിച്ച കുഞ്ഞ് ഇഷാൻ. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 8-ാം തീയതി. ഞാൻ ഇവിടെ തീർത്ഥാടനമേ ഉടമ്പടി എടുക്കുന്നത് ഇന്നാണ്. 2 വർഷമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബഹ്റൈനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ 5 വർഷമായി ബഹ്റൈനിലാണ് താമസിച്ച് വരുന്നത്. എനിക്ക്
കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 3 മിസ്കാരേജ് കഴിഞ്ഞ് ഇതെൻ്റെ 4ാമത്തെ പ്രഗ്നൻസിയിലുണ്ടായ കുഞ്ഞാണ്. എന്താ പ്രോബ്ലം എന്ന് പറയുന്നത്, ആദ്യത്തെ 2-3 മാസം കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ബോഡിയിൽ തന്നെ ബ്ലീഡിങ് ആയി ആ പ്രഗ്നൻസി മിസ്കാരേജായി പോകുന്നതായിരുന്നു. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയം മുതൽ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായി. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് അറിയുന്നത് എൻ്റെ ശരീരത്തിൽ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കൂടുതൽ മിനിമം വേണ്ടത് 15 ആണെങ്കിൽ എൻ്റെ ബോഡിയിലുള്ളത് 200-ന് മേലെ. അതാണ് അതിൻ്റെ പ്രോബ്ലം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇൻ കേസ് പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കി അത് തന്നെ റിജക്റ്റ് ചെയ്യും. അതൊരു 3 മന്ത് ബിഫോർ ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും മിസ്കാരേജ് സംഭവിക്കുന്നത്. എത്ര ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ തന്നാലും അത് ബോഡിയിൽ വയറ്റിൽ ഗർഭം ധരിക്കാൻ പറ്റില്ല. അത് എങ്ങനെയായാലും മിസ്കാരേജായി തന്നെ പോവും. അതിന് സിംറ്റംസ് കാണിക്കുന്നത് എൻ്റെ മുഖം ഫുള്ള് മുഖക്കുരു വരും, ദേഹം ഫുള്ള് ചൊറിച്ചിൽ. ഇതൊക്കെയാണ് പ്രഗ്നൻസി ടൈം ഫസ്റ്റ് ഒരു 2 വീക്സ് തൊട്ടേ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ 2024 നവംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ബഹ്റിനിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്, പുള്ളിക്കാരി ഒരു ക്രിസ്ത്യനാണ്, ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. പുള്ളിക്കാരി ദീപ്തി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ആലപ്പുഴ, അവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്ത് കാര്യവും നടക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഓൾറെഡി ഞാൻ ഒരു 5th സ്റ്റാൻഡേർഡ് മുതലേ എൻ്റെ കയ്യിൽ ജപമാലയും എൻ്റെ കയ്യിൽ യേശുയുടെ ഫോട്ടോ, കാരണം ഞാൻ പഠിച്ചത് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുമായിരുന്നു, നിങ്ങൾ ചർച്ച് കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എന്തെന്നറിയില്ല, അന്ന് മുതലേ പ്രാർത്ഥിക്കും. എൻ്റെ പാരൻസ് ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പള്ളികളിൽ പോവും, എൻ്റെ അമ്മയാണെങ്കിലും പോവും, വലിയമ്മയാണെങ്കിലും പോവും, അച്ഛനാണെങ്കിലും ഒക്കെ പോകുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. സോ ഞാൻ ഒരു +2 വരെയും, +2 കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കുമ്പോഴും സെൻറ്റ് മേരീസ് ചർച്ച് ട്രിവാൻഡ്രം എല്ലാം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് അമ്മ മാതാവിനെയും യേശുപ്പനെയും നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് കാര്യവും പ്രാർത്ഥിക്കാറുണ്ട്, എനിക്കതെല്ലാം നടന്നിട്ടുമുണ്ട്. ഈവൻ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് പോയി ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ച് താമസിക്കാനും എക്സാം ക്ലിയർ ചെയ്യാനും ഒക്കെ ഉടമ്പടി എടുക്കാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വേറൊരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് അതൊരു നോൺ ക്രിസ്ത്യനാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് ക്യാൻസർ സർവേലൻസ്. അപ്പോൾ ഈ 2 സാക്ഷികൾ എൻ്റെ മനസ്സിൽ തന്നെ കിടന്നിരുന്നു. ഞാൻ യൂട്യൂബ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എവിടെ നിന്ന് അറിഞ്ഞൂടാ, ബഹ്റൈനിൽ എനിക്കൊരു കൃപാസന പത്രം കിട്ടി. അത് ഒരു 8 ഡിസംബർ 2023 പത്രമായിരുന്നു. ഞാൻ കുറച്ച് വായിച്ചു, എന്നിട്ട് ബാക്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ നാട്ടിൽ വന്നത് ഒക്ടോബറിലായിരുന്നു. ഞാൻ ഒക്ടോബറിൽ വന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമായിരുന്നു. നവംബറിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എനിക്കിവിടെ വരണം, എങ്ങനെയെങ്കിലും വരണം. പക്ഷേ ഞാൻ റീജോയിൻ ചെയ്തതേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് ലീവ് കിട്ടില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയാമെന്ന് വിചാരിച്ചു. കാരണം ആ സമയത്ത് തന്നെ അമ്മയടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കും, ആരെനിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കും, ആ ആൾത്താരയിൽ എനിക്ക് വേണ്ടി ആരെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് അമ്മ ആരെങ്കിലും റെഡിയാക്കി തരണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ നിർഭാഗ്യവശായാലും ഭാഗ്യവശായാലും ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് അമ്മയുടെ കാലിന് അസുഖമായി ഹോസ്പിറ്റലൈസ്ഡായി. എൻ്റെ ഹസ്ബൻഡിന് നല്ല ടെൻഷനും അമ്മയെ കണ്ടോളാൻ വയ്യ എന്നുള്ള രീതിയിലായി. ഹസ്ബൻഡ് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു. ആ സമയം ഞാൻ ബഹ്റിനിൽ ഒറ്റയ്ക്കും, ഹസ്ബൻഡ് അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലും വന്നു.
അങ്ങനെ എൻ്റെ മനസ്സിൽ ശരിക്കും സന്തോഷമാണ് തോന്നിയത്. കാരണം എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടു. അതുകൊണ്ട് ഹസ്ബൻഡ് ആ പ്രാർത്ഥനയും കൊണ്ട് ഇവിടെ വന്നു. അങ്ങനെ ഒരാഴ്ച അമ്മ ഹോസ്പിറ്റലിലെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. ആ മാസം അത് കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ ഞാൻ ഫസ്റ്റ് മിസ്കാരേജ് നടന്ന സമയത്ത് നോർമൽ പ്രഗ്നൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ വട്ടം 2 IUI ചെയ്തു. അതിൽ ഒരെണ്ണം പ്രഗ്നൻസി പോസിറ്റീവായി, രണ്ടാമത്തത് ഫെയിലും ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻസി ആയി, പക്ഷേ അത് മിസ്കാരേജ് ആയിപ്പോയി. ഇതെൻ്റെ 4ാമത്തതാണ്. അങ്ങനെ ഡിസംബർ 28 ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. 30-ാം തീയതി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് അല്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പ്രഗ്നൻസി പോസിറ്റീവാണെന്നറിഞ്ഞു. അന്നും സന്തോഷമില്ല, കാരണം ഓൾറെഡി എപ്പോഴും പോസിറ്റീവാകും. വീണ്ടും മിസ്കാരേജിൽ 2 മാസം കഴിയുമ്പം ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും, മിസ്കാരേജ് ആവും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാം. ജനുവരി 1 വീണ്ടും റിപ്പീറ്റ് ചെയ്തു. കൗണ്ട് ഡബിൾ ആവുന്നുണ്ട്. ഫുൾ മെഡിസിൻസ്, ടാബ്ലറ്റ്സ്, സപ്പോസിറ്ററി, ഇഞ്ചെക്ഷൻസ് എല്ലാം വിത്ത് കൺട്രോൾ. കാരണം ഓൾറെഡി എനിക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് മിസ്കാരേജ് ഉണ്ട്. പ്ലസ് തൈറോയ്ഡ് എലിവേറ്റഡ് ഉണ്ട്. അതായത് എന്തായാലും മിസ്കാരേജ് ആവും എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അച്ഛനും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ എനിക്ക് വന്ന് ഇവിടെ അമ്മയടുത്ത് കാണണമെന്ന് പറയണമെങ്കിൽ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജനുവരി മാസം ഫുൾ കംപ്ലീറ്റ് ആവുന്നു. ജനുവരി 30 ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയതാ. ഫുൾ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ പാൻറ്റും അടിയിൽ ഫുൾ ഒരു മേ ബി ഒരു 100 ml ബ്ലഡ് വരും. ആ സമയത്ത് ഞാൻ 8 വീക്സ് പ്രഗ്നൻ്റ് ആണ്. സ്കാൻ മേ ബി ഒരു 2-3 ഡേയ്സ് മുന്നേ സ്കാൻ ചെയ്തേ ഉള്ളൂ. 8 വീക്സ് പ്രഗ്നൻ്റ്. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈവൻ അമ്മയുടെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എനിക്കറിയില്ല, എന്തോ എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടോ ഇല്ലേ എന്നുള്ള ഒന്നും അറിയില്ല. ഫുൾ ബെഡ് റെസ്റ്റ് വേണം. അവർക്ക് താഴെ സ്റ്റിച്ചിടാൻ പറ്റില്ല, കാരണം ബ്ലീഡിങ് സ്റ്റോപ്പ് ആവണം. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന അന്ന് നമുക്ക് സ്റ്റിച്ചിടാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഞാൻ 1 മന്ത് വെക്കേഷൻ കഴിഞ്ഞ് ജസ്റ്റ് 2 മന്ത് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ആ സമയത്ത് വെക്കേഷൻസ് ഒന്നും പെൻഡിങ്ങും ഇല്ല. എനിക്ക് സിക്ക് ലീവ് കിട്ടി, 1 വീക്ക് സിക്ക് ലീവ്. ആ സമയത്തും എൻ്റെ കയ്യിൽ എനിക്ക് ഉടമ്പടി, തൈലം, കാശിരൂപം ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സ്, കാരണം എനിക്ക് ഓൾറെഡി മിസ്കാരേജുകൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാമെന്നുള്ള ഫ്രണ്ട്സിനും ഞാൻ ഉടമ്പടി എടുത്ത ഫ്രണ്ട്സിനും അറിയാമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഇങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന്. ആ സമയത്ത് തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു 1 വീക്ക് വരെ ബെഡ് റെസ്റ്റ് വേണം. 2 ഡേയ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, 1 വീക്ക് ബെഡ് റെസ്റ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ബ്ലീഡിങ് സ്റ്റോപ്പായില്ല, കണ്ടിന്യൂസ് ബ്ലീഡിങ്. ഡെയിലി 4-5 പാഡും ഞാൻ മാറ്റുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു തമാശയോ അല്ലെങ്കിൽ ഇതൊക്കെ, പക്ഷേ ഈ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു വന്നവർക്ക് അതിൻ്റെ വിഷമവും മാനസിക വിഷമവും കരയുമായിരുന്നു. ശരിക്കും ഒരു ദിവസം 4-5 പാഡ് പ്രഗ്നൻ്റ് ആയിട്ട് മാറ്റുന്നതിൻ്റെ അവസ്ഥ, അതും ഡ്യൂട്ടി സമയത്തും. ഫാസ്റ്റിംഗ് മുടക്കില്ലായിരുന്നു, ഫുൾ ഫാസ്റ്റിംഗ് എടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ തളർന്നു, കാരണം ഡെയിലി ഇഞ്ചക്ഷൻ 2 ബട്ടക്സിലോ എടുക്കാൻ പറ്റുള്ളൂ. ഡിസംബർ തൊട്ടുള്ള ഇഞ്ചക്ഷൻ അത് പതുക്കെ സ്റ്റോപ്പ് ആക്കുന്നത് ഏപ്രിൽ ഒരു 30 ലാസ്റ്റ് തളർന്ന അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഇഞ്ചക്ഷൻ ഒന്ന് നിർത്തി തന്നാൽ മതി, ടാബ്ലറ്റ് ഞാൻ കഴിച്ചോളാം, സപ്പോസിറ്ററി ഞാൻ വച്ചോളാം, പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദനയൊന്നുമില്ല. കാരണം ഞാൻ ചിന്തിക്കും ഇതിനെക്കാട്ടിയും വേദനയാണ് നമ്മുടെ കുരിശിൽ കിടക്കുന്ന യേശു അപ്പം സഹിച്ചത്. അപ്പം ഓരോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും അത്രയും ചെറിയ എനിക്ക് വേദന സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം?
അപ്പോൾ ഓരോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും ഓരോ വേദന വരുമ്പോഴും ഈശോയുടെ പീഡാസഹനമായിട്ട് കോറിലേറ്റ് ചെയ്യും. അപ്പം ആ വേദന ഒന്നും അല്ലെന്ന് തോന്നും. അങ്ങനെ പതുക്കെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ തുടങ്ങി. ഒരു 6 മന്തൊക്കെ ആയപ്പം ബ്ലീഡിങ് പൂർണ്ണമായിട്ടും മാറി. അങ്ങനെ ഒരു 8 മന്ത് ആയപ്പം പെട്ടെന്ന് വാട്ടർ ബ്രേക്കായി. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒരു നൈറ്റ് സമയത്ത്, ഡ്യൂട്ടി സമയത്താണ് വാട്ടർ സ്റ്റാർട്ടായത്. പക്ഷെ അറിയില്ലായിരുന്നു അത് വാട്ടർ ബ്രേക്ക് ആയതെന്ന്. ഡ്യൂട്ടിയിലെ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പം മേ ബി അത് ഇൻഫെക്ഷൻ ആയിരിക്കും, പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നു. അന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. വീട്ടിൽ ചെന്നു. നൈറ്റും പാഡ് വെച്ച് തന്നെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എപ്പോഴും 3:30 ആകുമ്പോൾ എണീക്കും രാവിലെ. കാരണം എനിക്ക് 5:30 പ്രാർത്ഥിക്കണമെന്നറിയാം. അതുകൊണ്ട് ഹസ്ബൻഡ് 5 മണിക്ക് പോവും. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കിയിട്ട് 5:30 എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ 6 മണിക്ക് പോകണം. 5:30 ഞാൻ എണീറ്റ് പ്രാർത്ഥിച്ചിട്ട് 6 മണിക്ക്, ആ 5 മണി തൊട്ട് 5:30 എൻ്റെ റെഡിയാവുന്ന എല്ലാം ചെയ്യും. ഇപ്പോഴും അങ്ങനെയാണ്. 5:30 പ്രാർത്ഥന കൂടും. അത് കഴിഞ്ഞ് 6 മണിക്ക് പോകും. അപ്പോൾ എനിക്ക് പാഡ് നല്ല സോക്കാവുന്നത് പോലെ തോന്നി. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കെന്തോ നല്ല ഡൗട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊരു ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു, ചൊവ്വാഴ്ച. അങ്ങനെ ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ പോയി. 6 മണിയായപ്പോൾ അവിടെ എത്തി. അന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. 6 മണിയായി. അപ്പോൾ ഹസ്ബൻഡ് അന്ന് ഡ്യൂട്ടിക്ക് പോയില്ല. പോയ സമയത്താണ് അറിയുന്നത് അത് വാട്ടർ ബ്രേക്കായി. ഓൾറെഡി 1 സെൻറ്റിമീറ്റർ ഡൈലേറ്റഡ് ആയിട്ടുണ്ട്. വളരെ എനിക്ക് മുന്നേ എൻ്റെ AFI 18 സംതിങ് ആയിരുന്നു. പക്ഷേ നല്ല വാട്ടർ കുറഞ്ഞിട്ടുണ്ട്. 12-13 ആ റേഞ്ചിലായി. അപ്പം അത് മേ ബി ഇന്നലെ മുതൽ വാട്ടർ ലീക്ക് ആയതാണ്, ഞാൻ അറിയാത്തതാണെന്ന് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞു ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല, കാരണം NIC അഡ്മിഷൻ വരും, കുഞ്ഞിന് 2 kg ബേബി വെയിറ്റേ ഉള്ളൂ. ബിക്കോസ് ഞാൻ 34 വീക്ക് ആയതേ ഉള്ളായിരുന്നു. സൽമാനിയ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വേറൊരു രാജ്യം, അവിടെ എങ്ങനെയായിരിക്കും, ആരും ഇല്ല, എന്താ അവസ്ഥയെന്ന് അറിയില്ല. വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമുക്കൊന്നും പേടിക്കാനില്ല. അവിടെ എൻ്റെ ഡോക്ടേഴ്സ്, ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് തന്നെ അവിടെ എന്നെ സഹായിക്കേണ്ട ഒരു കാര്യമല്ല, പക്ഷേ എന്നെ അറിയാവുന്നവരെല്ലാം സൽമാനിയയിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡ് ആംബുലൻസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ബട്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോയി. അവിടെ ചെന്നു. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നേ ഒരു 10-20 പേര് ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ഒരു സ്റ്റാഫ് നഴ്സ് വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വന്നോളൂ ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്യാൻ അവിടെ പോയി ഇരുന്നതും എൻ്റെ വാട്ടർ ഫുള്ളായിട്ട് അവിടെ തന്നെ ബ്രേക്ക് ചെയ്തു. ഈ 20 മുന്നേ വേറെ ഇരിക്കുന്ന കൂടെ ഇവരെന്നെ നേരെ ഡയറക്റ്റ് ബെഡിൽ എടുത്ത് കൊണ്ടുപോയി. ഓൾറെഡി അവിടെയുള്ള അറബി ലേഡീസ് തന്നെ വെയിറ്റിംഗ് ആണ്, പക്ഷേ എനിക്കവിടെ പ്രയോറിറ്റി തന്നു. നേരെ കെടുത്തി. ഫുൾ വാട്ടർ ബ്രേക്കായി. ഡോക്ടർ സ്കാൻ ചെയ്തപ്പം ബേബി വെയിറ്റ് ഓൺലി 2 kg. ഇത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. IV ഫ്ലൂയിഡ് തന്ന് കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, കാരണം ലങ്സിൻ്റെ കപ്പാസിറ്റി വേണം, ലങ് മെച്യൂരിറ്റി ഉണ്ടാവണം. 30 അവർ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. സോ 34 ആഴ്ച ആയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് IV ഫ്ലൂയിഡ്സ് തന്ന് കുഞ്ഞിനെ ഒരു 36 ആഴ്ചയെങ്കിലും ആക്കണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ബ്ലഡ് പ്രഷർ കൂടി, 190/110 ഒക്കെ ആയി. ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു, IV ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം താളം തെറ്റി. എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞത് 16 സെപ്റ്റംബർ. ഇത് ഓഗസ്റ്റ് ആയതേ ഉള്ളൂ. എൻ്റെ അമ്മ വരാനിരുന്നത് 25 ഓഗസ്റ്റിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്ത് അമ്മ ബഹ്റിനിൽ വരാനിരുന്നത്. ഇവിടെ ആരുമില്ല, ഹസ്ബൻഡിനകത്ത് കയറ്റില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്, എൻ്റെ സിബ്ലിങ്സ് ഒന്നും എനിക്കില്ല. സോ ഞാൻ ഇതൊന്നും കണ്ടിട്ടുമില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി.
5-ാം തീയതി അഡ്മിറ്റായി, IV ഫ്ലൂയിഡ്സ് ആയിരുന്നു. വാട്ടർ ലീക്ക് ഉണ്ട്. 6-ാം തീയതി അഡ്മിറ്റ്, സെയിം വാട്ടർ ലീക്ക്, IV ഫ്ലൂയിഡ് ആയിരുന്നു, BP മെഡിസിൻസ്. വെയിറ്റ് ഒത്തിരി ആയിട്ട് കൂടില്ല, ഈ സെയിം 2 kg തന്നെയാണെന്ന് പറഞ്ഞു. ഫൈനലി ആ സമയത്ത് ഞാൻ ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, എങ്ങനെയെങ്കിലും കൊച്ചിന് NICU അഡ്മിഷൻ ഇടാൻ പാടില്ല, കാരണം കൊച്ചിനെ എനിക്ക് ഇത്രയും വർഷം ശേഷം കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ തന്നെ എനിക്ക് ആ കുഞ്ഞിനെ കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. NICU അഡ്മിഷൻ ആണെങ്കിൽ അവിടെ കുഞ്ഞിനെ NICUലാക്കും. നമ്മൾ സിസേറിയൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും നമ്മൾ പോയി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം. തിരിച്ച് നമ്മൾ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട്, ഒന്നിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ വരണം, അല്ലെങ്കിൽ നമ്മൾ പോയി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ട് നമ്മൾ തന്നെ വരണം. ഒരു ബൈസ്റ്റാൻഡറിനെ അലോ ചെയ്യൂല അവർ. ഇതെല്ലാം എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ലൈറ്റ് ക്യാൻഡി പ്രെയർ റിക്വസ്റ്റ് ഇട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഡെലിവറി കുഞ്ഞിനെ സേഫായിട്ട് കിട്ടണം, എങ്ങനെ തന്നാലും കുഴപ്പമില്ല, കുഞ്ഞ് ജീവനോടെ എനിക്ക് കയ്യിൽ കിട്ടണം, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. 8-ാം തീയതി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, നമുക്കൊരു കൃപാസന ബഹ്റൈൻ ഗ്രൂപ്പുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ എഴുതി കൊടുത്തില്ല, ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഈ ഹോസ്പിറ്റൽ വിസിറ്റും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കറിയില്ല, ഞാൻ നേരിട്ട് കാണാത്ത ആ ചേച്ചിമാരൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്യുന്നു, എന്നെ വന്ന് കാണുന്നു. ഇവിടുത്തെ കാശിരൂപവും ജപമാലയൊക്കെ കൊണ്ടുവന്ന് എന്നേക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് അവരൊക്കെ കാണുന്നത്. ഫോൺ വഴി കോണ്ടാക്റ്റേ ഉള്ളൂ. ബെനിഫിറ്റ് പൈസ ഗൂഗിൾ പേ പോലെ ബെനിഫിറ്റ് പേ അയക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ സമയത്ത് ആരൊക്കെ സഹായിച്ചെന്നറിയില്ല, അറിഞ്ഞൂടാത്തവരെല്ലാവരും വന്ന് സഹായിച്ചു. ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് 5:30, 8-ാം തീയതി 5:30 ഒരു ചേച്ചി വന്ന് പ്രാർത്ഥിച്ചു. 6 മണിക്ക് ഡോക്ടർ പറയാണ്, നിങ്ങളുടെ ബേബി ടയേർഡാണ്, നമുക്ക് CS ചെയ്യാം, എങ്ങനെയെങ്കിലും കുഞ്ഞിന്, കാരണം വാട്ടർ ഇല്ല, only 3 AFI 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ. സോ ഇനി കുഞ്ഞകത്ത് കിടക്കുന്നത് സേഫ് അല്ല. 2.5 kg എബോ ആണെങ്കിൽ കുഞ്ഞ് നിങ്ങൾക്ക് തരാം, ലെസ് ദാൻ 2.5 kg ആണെങ്കിൽ ഡയറക്റ്റ് NICU. അപ്പോൾ വെയിറ്റ് ഈ 3 ദിവസം കൊണ്ട് 100 ഗ്രാം കൂടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചുമില്ല. ഡെയിലി NPO ആയിരുന്നു, ഫ്ലൂയിഡ്സ് മാത്രമായിരുന്നു എടുക്കരുന്നത്. അങ്ങനെ 6 മണിയായപ്പോൾ, ഓഗസ്റ്റ് 8-ാം തീയതി 6 മണി ഇന്ത്യൻ ടൈം 8:30 എനിക്ക് മോൻ ഇഷാനെ ഉണ്ടായി. അമ്മ മാതാവ് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നു, നന്ദി അമ്മേ. കുഞ്ഞിന് ജനിച്ചപ്പം OTയിൽ വച്ചെടുത്ത വെയിറ്റ് 2.5, അതായത് എൻ്റെ ആവശ്യം 2.5 കിലോ വെയിറ്റും. NICU അഡ്മിഷൻ പാടില്ല, അവർ NICUയിൽ വച്ചില്ല. കുഞ്ഞ് ജനിച്ച പാടേ പറഞ്ഞു മിറാക്കിൾ ബേബി. കാരണം 2 ദിവസം മുന്നേ വരെ 2 kg കാണിച്ച കുഞ്ഞ് ആ ഡെലിവറി കഴിഞ്ഞപ്പോഴേ 2.5. അവിടെ നമുക്ക് ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്തും പറയാൻ പറ്റില്ല, കാരണം എല്ലാം അറബിക് ഡോക്ടേഴ്സാണ്. സോ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. നെക്സ്റ്റ് ഡേ തൊട്ട് കുഞ്ഞിൻ്റെ കോംപ്ലിക്കേഷൻസ് തുടങ്ങി. കാരണം അമ്മ എനിക്ക് 2.5 kg വെയിറ്റ് തന്നു, നെക്സ്റ്റ് ഡേ 2 kg ആയി. ഈ 5 എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞ് നിൻ്റെ കയ്യിൽ തന്നെ വച്ചോ, നമുക്ക് ഒബ്സർവേഷനിൽ വയ്ക്കാം. അവിടെ കുഞ്ഞിന് നിയോണേറ്റൽ ജോണ്ടിസ് ഉണ്ടായിരുന്നു. അത് പറയുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത് കുഞ്ഞിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ, ഇവന് 2 കിലോ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ, ഇവൻ ജനിച്ച സമയത്ത് ഇവൻ്റെ ടെസ്റ്റിസ് താന്ന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അനോമലി സ്കാൻ 20 വീക്സിൽ ചെയ്തപ്പം എല്ലാം നോർമലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ ടെസ്റ്റിസ് ഡിസെൻ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് ഞാനിവിടെ സാക്ഷ്യം പറയാനല്ല ഇന്ന് വന്നത്, അപ്പം അതുകൊണ്ട് ആ പ്രൂഫ് എടുത്തില്ല. പക്ഷേ അമ്മയ്ക്കറിയാം. അതിൽ അൺഡിസെൻ്റ് ടെസ്റ്റിസ് തന്നെ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് എന്നെ വിളിക്കുന്നത് കൗൺസിൽ ചെയ്യാനാണ്, ഹസ്ബൻഡിനെ അല്ല വിളിക്കുന്നത്. കാരണം ഞാൻ മാത്രമാണ് എല്ലാ സമയത്തും കൊച്ചിൻ്റെ കൂടെ ഇരിക്കുന്നത്.
CS കഴിഞ്ഞാൽ അവരാരെയും നിർത്തില്ല, നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെയും നമ്മളെ കാര്യവും നമ്മൾ തന്നെ നോക്കണം. ഡോക്ടർ വിളിച്ച് കൗൺസിലിംഗ് ചെയ്യുകയാണ്. കുഞ്ഞിൻ്റെ പ്രശ്നം 1, ടെസ്റ്റിസ് വന്നിട്ടില്ല, താഴോട്ട് വന്നിട്ടില്ല. സെക്കൻഡ്, ജനിച്ച സമയത്തെ കൊച്ചിൻ്റെ ടെസ്റ്റിസിൻ്റെ അവിടെ ഒരു മുഖക്കുരു പോലത്തെ ഒരു സാധനമുണ്ട്. അത് എന്താണെന്ന് അവർക്കറിയില്ല, അതെങ്ങനെ പോകുമെന്ന് അവർക്കറിയില്ല. അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു 6 മന്ത് വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അത് കഴിഞ്ഞും അത് ആ ലെവലിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്കതിനെ ലേസർ ചെയ്ത് മാറ്റാം. തേർഡ് കോംപ്ലിക്കേഷൻ അമ്പലിക്കൽ ഹെർണിയ. ഇത്രയും വർഷം കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ മറന്നുപോയി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമെന്ന്. എനിക്ക് ഇവിടെ എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് സന്തോഷത്തോടെ എൻ്റെ കുഞ്ഞിനെയും എന്നെയും ഇവിടെ കൊണ്ടുവരണമെന്നായിരുന്നു. അത് ഇന്നാണ് സാധിച്ചത്. ഞങ്ങൾ ഇന്നലെ മെനിനാന്ന് വന്നതേ ഉള്ളൂ. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് ധൈര്യമാണ് ശരിക്കും തോന്നിയത്, ടെൻഷൻ തോന്നിയില്ല. ദൈവം എന്നെ അമ്മയാക്കിയില്ലേ, അപ്പം അതിൽ കൂടുതലൊന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. സ്റ്റിൽ അവന് ശ്വാസമുണ്ട്, അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതിൽ പരം എനിക്കൊരു വിഷമവും എനിക്ക് തോന്നിയില്ല. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഈ ഡോക്ടർ പറയുന്ന ഒരു ദിവസം ചൊവ്വാഴ്ചയാണ്. അപ്പം അന്ന് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവരാണെങ്കിൽ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോ, അത്ഭുതം നടക്കുമെന്ന്. കുഞ്ഞിനെ ആ ബേസിനിൽ കിടത്തിയിട്ട് ഞാൻ നിന്നാണ് അന്ന് ധ്യാനം കൂടിയത്. അന്ന് സിസേറിയൻ കഴിഞ്ഞിട്ട് ഇവൻ വെള്ളിയാഴ്ചയാണ് ഉണ്ടായത്, 4 ദിവസമേ ആയോളൂ. ഞാൻ നിന്ന് എന്നെ ഫുൾ ധ്യാനം കൂടി. എന്നിട്ട് അമ്മ എപ്പോഴാണോ എല്ലാം ഓക്കെ ആക്കി തരുന്നത് കുഴപ്പമില്ല, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 2 വീക്സിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അതിൻ്റെ ഇടയ്ക്കും ഡോക്ടർ പറഞ്ഞായിരുന്നു 6 മന്ത് വരെ കണ്ടിന്യൂസ് 2 മന്ത് ഫോളോ അപ്പ് ഉണ്ട് ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് ഫ്രൈഡേ ആയിരുന്നു. ആ സമയത്ത് എമർജൻസി പോയി നമ്മൾ കാണിക്കണം കുഞ്ഞിനെ, ജോണ്ടിസ് ആയതുകൊണ്ട് റിപ്പീറ്റ് ബ്ലഡ് കളക്ഷന് വേണ്ടി. അപ്പം അങ്ങനെ പോയ സമയത്ത് ഡോക്ടർ റിപ്പീറ്റ് ബ്ലഡിനാണ് പോയത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാം, എല്ലാം ബോഡി എല്ലാം ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്തു. ഈ സമയത്ത് മേ ബി ഒരു 4 ദിവസമേ ആയുള്ളൂ. ഡോക്ടർ പറയുന്നത് ടെസ്റ്റിസിന് കുഴപ്പമൊന്നുമില്ല, അത് താഴെ വന്നിട്ടുണ്ട്, അതായത് ഡിസെൻ്റ് ആയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത് അത് കുഞ്ഞ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അവരുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. അപ്പോൾ അത് ഡിസെൻ്റ് ആവാതെ അവന് നേരെ മൂത്രം ഒഴിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം അവൻ്റെ ഹോള് തന്നെ ചെറുതാണ്. അവൻ മൂത്രം ഒഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു 6 മാസം വരെ ആ ഹോള് തന്നെ വളരുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ അവരെന്തോ ഒരു ട്യൂബ്, അതിനെന്തോ ഒരു പ്രോസസ്സിങ് പേരുണ്ട്, അതെനിക്കറിയില്ല. പക്ഷെ ആ ട്യൂബ് കടത്തി ആ ഹോൾ അവർ വലുതാക്കും. അത് 1 ഇയറിലേ ചെയ്യും. അപ്പം ഈ 1 ഇയർ വരെയും ഈ കൊച്ച് ഈ വേദന സഹിക്കണം. ഈവൻ നൈറ്റ് ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കറിയില്ല, എൻ്റെ അമ്മയ്ക്കറിയാം. കാരണം കുഞ്ഞ് രാത്രിയാണെങ്കിലും കിടന്ന് കരച്ചില്ല മൂത്രം ഒഴിക്കുന്ന സമയത്ത്. ഓരോ മൂത്രം ഒഴിക്കുമ്പോഴും അവന് സ്ലീപ്പ് പോലും ഡിസ്റ്റർബൻസ്. അങ്ങനെ അവൻ കിടന്ന് കരയുമായിരുന്നു. അങ്ങനെ 4-മത്തെ ദിവസം അറിയുന്നു ടെസ്റ്റിസ് ഡിസെൻ്റ് ആയിട്ടുണ്ടെന്ന്. അത് തന്നെ ഒരു വലിയ കാര്യമായി. അങ്ങനെ ഫസ്റ്റത്തെ സോൾവായി. സെക്കൻഡ് അടുത്തത് അമ്പലിക്കൽ ഹെർണിയയും പിന്നെ ഒരു മുഖക്കുരു പോലെ ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റിസിൻ്റെ അവിടെ അവൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു മുഖക്കുരു പോലത്തെ ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നു. നേർച്ച വർച്ചസ്സുകളായ ഉടമ്പടി കാശിരൂപവും തൈലം എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2026 ജാനുവരി 6-ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും 6 എന്നുള്ളൊരു തീയതി വരുമായിരുന്നു. അപ്പോൾ 6 എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ചിലപ്പം അത് അന്ന് കൺസൾട്ടേഷനുള്ള ദിവസമാണ്, നവംബർ. അവർ 3 മാസം വെച്ച് തന്നെ ഡേറ്റ് തരും.
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അത് കിടക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നതെന്ന് ഞാൻ വിചാരിച്ചു. 6-ാം തീയതി അതിന് മുന്നേ ആയിട്ട് തന്നെ അമ്പലിക്കൽ ഹെർണിയ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കാശ് രൂപം അങ്ങനെ കൊടുത്തുവിടെന്ന് അച്ഛൻ പറയും. പക്ഷേ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാശ് രൂപം ഊരി അവൻ്റെ പൊക്കിളിൽ വെക്കുമായിരുന്നു. കാരണം അത് ഹെർണിയ ക്ലോസ് ചെയ്യണം. അത് ഈ പ്രായത്തിൽ ദൈവത്തിന് മാത്രമേ അത് സാധിക്കൂ. കാരണം 1 വയസ്സ് വരെ ഡോക്ടേഴ്സ് ഒന്നും ചെയ്യൂല, എന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, കാശ് രൂപം അവിടെ പൊക്കിളിൽ വയ്ക്കുമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കും. അമ്മയുടെ പ്ലാൻ എന്താണോ അത് ചെയ്തു. എൻ്റെ പ്ലാൻ കുഞ്ഞിന് 8 മാസം ആകുമ്പോൾ, അതായത് ഏപ്രിലിൽ ഞാൻ നാട്ടിൽ വരാനിരുന്നയാണ്. ആ സമയത്ത് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് സർജറി ചെയ്ത് ഇവിടെ സെറ്റിലാവാം എന്നുള്ള പ്ലാനായിരുന്നു എൻ്റേത്. അമ്മയുടെ പ്ലാൻ എന്താണോ അത് അമ്മ ചെയ്തോളൂ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. 6-ാം തീയതി അത്ഭുതം. ഞാനാണ് എല്ലാ വട്ടവും ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. കാരണം ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. ഡോക്ടറിനെ കണ്ടു, ഡയപ്പർ ഊരി. അത്ഭുതമെന്ന് പറയട്ടെ, ആ മുഖക്കുരു പോലത്തെ ആ പിമ്പിള് അവൻ്റെ പ്രൈവറ്റ് പാർട്ടിലില്ല. അത് കരിഞ്ഞിരിക്കുന്ന മാത്രമല്ല, അതിലൊരു ബ്ലഡിൻ്റെ സ്റ്റെയിൻ പോലെ തോന്നി. അത് കരിഞ്ഞിരിക്കുന്ന മാത്രമല്ല, ബ്ലഡിൻ്റെ സ്റ്റെയിനും അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ഒരു സീനിയർ ഡോക്ടറാണ്. ആ ഡോക്ടർ അവിടുത്തെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അമ്മ ഇത്രയും നാളും ചിന്തിച്ചു അതാണ് അവിടെ ഒരു കുരു ഉള്ളതായിട്ട്. അങ്ങനെ ഞാൻ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 മാസം വരെയും ഞാൻ അതിന് മുന്നേ ഡയപ്പർ വയ്ക്കാൻ നേരത്തും കണ്ടതാണ്, വേറെ ഡോക്ടേഴ്സിനെയാണ് കാണിച്ചത്. പക്ഷേ ഇപ്പം അതെവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം എനിക്ക് കാണാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇതാണ്. ഞാൻ ഇത് ഇങ്ങനെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് സഞ്ചാരി മതം എൻ്റെ കൂടെ വരണമെന്ന് പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഉടനടി പരിഹാരം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്തല്ല ഞാൻ പോയത്. ഡോക്ടർ ചെക്ക് ചെയ്തു, അതവിടെ ഇല്ല. അമ്പലിക്കൽ ഹെർണിയ 6 മാസം ആയപ്പോൾ തന്നെ ക്ലോസായി. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, കുഞ്ഞ് കാലിട്ടടിക്കുന്ന സമയം, അതായത് 6 മാസം കഴിഞ്ഞ് കുഞ്ഞ് കമർന്ന് എഴയാൻ തുടങ്ങുന്ന സമയത്തേ അത് ക്ലോസ് ആവും. ഇനി അഥവാ അത് ക്ലോസ് ആയില്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് നമുക്ക് സർജറി ചെയ്യാം. പക്ഷേ കുഞ്ഞിന് 6 മാസം ജാനുവരി 8-ാം തീയതിയാണ് പൂർത്തിയാവുന്നത്. പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ അമ്മ ഈ 2 പ്രോബ്ലത്തിനെയും അവൻ്റെ ദേഹത്തു നിന്ന് എടുത്ത് മാറ്റി. അമ്മ മാതാവേ നന്ദി. ഇതാണ് എൻ്റെ കുഞ്ഞിനെ റിലേറ്റ് ചെയ്തുള്ള സാക്ഷ്യം. പ്രഗ്നൻസി ടൈമിലും കുഞ്ഞിനും ഞാൻ എൻ്റെ ഉടമ്പടി കാശിരൂപവും വിശുദ്ധമായ തൈലവും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അറിയാവുന്നവരൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുമായിരുന്നു. 2ാമത് ഞങ്ങളുടെ വിസയുടെ കാര്യമായിരുന്നു. വിസ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വിസ തരുമായിരുന്നു. പക്ഷേ ഒരു മേ ബി ഒരു 3-4 മാസം മുന്നേ അവർ പറഞ്ഞു, ലേഡീസ് സ്റ്റാഫിന് വിസ തരാൻ പാടാണ്. കാരണം ഒത്തിരി ഇപ്പം നമുക്ക് വിസ പോകുന്നു, ഒത്തിരി ഡിപ്പെൻഡൻറ്റ് വിസ പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനത് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതി വച്ച കാര്യമായിരുന്നു വിസയുടെ കാര്യം. ആ വിസ ഓൾറെഡി അമ്മയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, അതൊന്നും നടക്കാൻ പോവില്ല, ഞാൻ തന്നെ ട്രൈ ചെയ്തോളാം. അങ്ങനെ ഹസ്ബൻഡ് ട്രൈ ചെയ്തു. പക്ഷേ ദൈവം ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തു. ഹസ്ബൻഡിന് എല്ലാ സഹായവും എല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് എൻ്റെ കൊച്ചിൻ്റെ വിസ എല്ലാം റെഡിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് വരാൻ. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തു. യുദ്ധം വന്നു, എല്ലാം ഫ്ലോപ്പായി. വിസയില്ല, ഒന്നുമില്ല. ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു 6 മാസം വരെ വിസ അടിക്കൂ. വിസ അടിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റേത് അടിച്ചു കഴിഞ്ഞിട്ടേ എൻ്റെ കുഞ്ഞിൻ്റെ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹസ്ബൻഡിനിട്ട് അമ്മ കൊടുത്ത ഒരു പണിയാണ്. കാരണം ഓൾറെഡി ഞാൻ ഇത് എൻ്റെ സൈഡിൽ നിന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്.
എൻ്റെ സൈഡിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. 2 ആഴ്ച കൊണ്ട് അപ്പോൾ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, അത് കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കേട്ട അന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. കാരുണ്യ പ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനം ആഴ്ചയിൽ ഇവിടെ നിന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്ന സമയത്ത് പത്രം മേടിച്ചു കൊണ്ടുവരും, അതവിടെ തന്നെ കൊടുക്കും. കൂടുതലും മലയാള പത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാശിരൂപവും ഇവിടുന്ന് ജപമാലയും, അമ്മയുടെ കാശിരൂപതയുള്ള ജപമാലയും മേടിച്ച് കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ പേര് വെച്ച് ഇങ്ങനെ കിട്ടിയ സാക്ഷ്യം പറഞ്ഞ് എനിക്കറിയാമെന്നുള്ള മറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടി കൊടുത്തായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ 8 മാസം വരെ ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ എല്ലാം ചെയ്യാൻ പറ്റി. ഉടമ്പടി എടുത്ത് ഇന്ന് വരെ എനിക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ ചില മാസം ചെയ്യാൻ പറ്റാത്ത മാസം ഞാൻ എൻ്റെ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. അപ്പം അമ്മ എൻ്റെ അനിയത്തിയും കൂടെ ചേർന്ന് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ട് അവരും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. അതാണ് എൻ്റെ ആത്മീയ വളർച്ചയും. എൻ്റെ ഹസ്ബൻഡും അതുപോലെ കാരുണ്യ പ്രവർത്തികൾ മുമ്പ് ചെയ്യൂലായിരുന്നു, ഇപ്പം ചെയ്യാൻ തുടങ്ങി. വിസയുടെ കാര്യമാണെങ്കിലും ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഒരാൾക്കൊരു ഫുഡ് കൊടുക്കണമെന്ന് കൊടുത്തു. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് വിസ അപ്രൂവായി. ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു വിസ ശരിയായി എന്നും പറഞ്ഞ്. അതാണ് എനിക്ക് അടുത്ത അമ്മ അനുഗ്രഹം തന്നത്. അടുത്ത 3ാമത് പെട്ടെന്ന് ഓർത്തപ്പം പറഞ്ഞതാ, ഈ ആൾത്താരെ നിൽക്കുമ്പോൾ ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് അമ്മ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടെങ്കിലും ക്ഷമിക്കണം. ബൈബിൾ വായിക്കും എല്ലാ ദിവസവും. ചില സമയം രാവിലെ 1/2 മണിക്കൂർ വായിക്കും, അല്ലെങ്കിൽ രാത്രി എന്തായാലും 1/2 മണിക്കൂർ കൂടുതൽ വായിക്കാറുണ്ട്. രാവിലെയും രാത്രിയും വായിക്കാറുണ്ട്. ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും എടുക്കും. അറിയാവുന്നവരെയും അറിയാത്തവരെയും ആഴപ്പെടുത്തും. ഇതുവരെ എനിക്ക് ഫാസ്റ്റിംഗ് മുടക്കാൻ ദൈവം സഹായിച്ച് പറ്റിയിട്ടില്ല. എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് കൃപാസന ഗ്രൂപ്പുകളുണ്ട്. സ്റ്റാറ്റസായിട്ടും അല്ലാതെ നമുക്ക് ഫ്രണ്ട്സ് വഴി ഷെയർ ചെയ്യാനും അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകൾ ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റാറുള്ളൂ. കൂടുതലും അങ്ങനെയാണ്, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും നെക്സ്റ്റ് ഇനി അടുത്ത പ്രത്യേകിച്ച് ഒരു നിയോഗങ്ങൾ ഇപ്പം ഇല്ല. എന്താണോ എപ്പോഴും പറയുന്ന ഒരു വചനമാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള വചനം എപ്പോഴും പറയും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണോ അമ്മയുടെ ഇഷ്ടം അത് തന്നെ നടന്നു പോട്ടെ എന്ന് ചിന്തിക്കുന്നു. ഇന്ന് തന്നെ ഉടമ്പടി എടുക്കാനല്ല ശരിക്കും ഞാൻ വന്നത്. അമ്മയെ എൻ്റെ കുഞ്ഞിനെ ചോറൂണാണ്. അപ്പോൾ അവനെ ഇതുവരെ ഒരു ക്ഷേത്രത്തിലൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അവനെ ഇവിടെ കേട്ടിട്ട് ഞാൻ ഒരിടത്ത് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിരുന്നു. അത് കൊണ്ടുവന്നു. പെട്ടെന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. എത്രയും നേരം ചേട്ടനും ഫാമിലിയും വെയിറ്റ് ചെയ്തു. സാക്ഷ്യം ചോദിക്കാം, അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാലേ സാക്ഷ്യം പറയാമോ എന്ന്. അപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു ഇല്ല സാക്ഷ്യം പറയാമെന്ന്. അതുകൊണ്ടില്ല എൻ്റെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലാത്തത്. അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇത്രയും അധികം ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയതിന് വളരെ സന്തോഷം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈശോയുടെ സഹനങ്ങളോട് ചേർന്നുകൊണ്ടായിരുന്നു അഞ്ജന അനിലിൻ്റെ അനുഭവ സാക്ഷ്യം. ഓരോ അമ്മമാരുടെയൊക്കെ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളെയായിരുന്നു, പ്രസവത്തിന് സമയത്ത് കടന്നു പോകുന്ന അനുഭവങ്ങളെ ഈ മകൾ ഇവിടെ നിന്ന് വളരെ വേദനയോടും അനുഭവത്തിലും കൂടെയാണ് നമുക്ക് മുമ്പിൽ പങ്കുവച്ചത്. അത് വളരെ പൂർണ്ണമായിട്ട് നമുക്കത് മനസ്സിലാകുകയും ചെയ്തു. അമ്മയുടെ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സാന്നിധ്യം സംരക്ഷണവും ഈ മകളോടൊപ്പവും ഇവൾ ജന്മം നൽകിയ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുക ഈ മകളുടെ കുഞ്ഞിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. ടെസ്റ്റിസിലുണ്ടായിരുന്ന ഹോളിൻ്റെയും മുഖക്കുരു പോലെ ഉണ്ടായിരുന്ന കുരുവിൻ്റെയും ഒക്കെ അത് പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തോടും ഉടമ്പടി തൈലമൊക്കെ ചേർത്ത് വെച്ച് അത്ഭുതമെന്നോണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ വലിയൊരു സൗഖ്യവും വലിയൊരു മാറ്റവുമാണ് ഉണ്ടായത്. ഈ മകളെ നമുക്ക് ദൈവസന്നിധിയിൽ അമ്മയോട് ചേർത്ത് വെക്കാം. ഈ മകൾ ഇടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്,
എൻ്റെ പ്ലാൻ ഇതാണെങ്കിലും അമ്മയുടെ പ്ലാൻ അത് ചെയ്തു കൊള്ളുക എന്നാണ്. അമ്മയുടെ ഇടപെടലും പ്ലാനും ഈ മകൾക്ക് ഒരു ആശ്വാസമായിട്ട് മാറുകയായിരുന്നു. ഈ അമ്മയോട് ചേർന്ന് കൊണ്ട് നിൽക്കുമ്പോൾ ഈ അമ്മ തൻ്റെ മകളുടെ പറയുന്നത് ഇത് തന്നെയാണ്: മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കി തന്നു. ഈ മകളുടെ വേദനകളെയും സഹനങ്ങളെയും അമ്മ എടുത്തു മാറ്റിക്കൊണ്ട് ആശ്വാസത്തിൻ്റെ നന്മ നൽകുകയും നല്ലൊരു കുഞ്ഞിനെയും ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് ഈ മകളെ അനുഗ്രഹിക്കുക ചെയ്തു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ പ്രത്യക്ഷീകരണ മാതാവിനോട് ചേർന്നുകൊണ്ട് നന്ദി അർപ്പിക്കുകയും ഈ മകളുടെ ജീവിതത്തിൽ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി അർപ്പിക്കുകയും ചെയ്യാം.